പ്രണയതീരം ഭാഗം 7. തൻ്റെ വിഷമത്തിൻ്റെ കാരണം മാത്രം പറഞ്ഞാൽ മതി. പറയ് കല്യാണി, താൻ എന്നെ ഒന്നും മിണ്ടാതിരുന്നു കൊണ്ട് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ആദിയുടെ വാക്കുകൾ ഇടറിയിരുന്നു എന്ന് കല്യാണിക്ക് മനസ്സിലായി. എൻ്റെ കല്യാണം വേറെ ഒരാളുമായി ഉറപ്പിച്ചതാണ്. ഇനി ആര് വിചാരിച്ചാലും അത് മാറില്ല. ഈ ഞാൻ വിചാരിച്ചാൽ പോലും മാറില്ല. 11 ദിവസം കഴിഞ്ഞ എൻ്റെ എൻഗേജ്മെൻ്റാണ്. കല്യാണി ആദിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ആദി അവളെ പിടിച്ചിരുന്ന കൈ പെട്ടെന്ന് വിട്ടു. അവൻ്റെ ഞെട്ടൽ അവൾക്ക് മനസ്സിലായി. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കല്യാണി ആദിയെ നോക്കിയപ്പോൾ അവൻ സീറ്റിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചിരിക്കുന്നു. അവൻ്റെ കൺകോണുകളിൽ കൂടി കണ്ണുനീർ ഒഴുകുന്നത് കല്യാണി കണ്ടു. അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഞാൻ തൻ്റെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും സംസാരിക്കട്ടെ? തന്നെ എനിക്ക് തരാൻ പറയട്ടെ കല്ലു? ആദി കല്യാണിയെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ ആദിത്യയുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരേ ഒരു പെണ്ണ് അത് നീയാണ്. കല്യാണിയുടെ കണ്ണുകളിൽ നിന്നും അപ്പോഴും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതെയിരുന്നു. കല്യാണി, താൻ വിവാഹത്തിന് സമ്മതിച്ചോ? തനിക്ക് അയാൾ ഇഷ്ടമാണോ? കല്യാണി ഒന്നും മിണ്ടിയില്ല. എനിക്ക് പോണം എന്ന് പറഞ്ഞ് കല്യാണി കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ആദി അവളെ തടഞ്ഞില്ല. കാറിൽ നിന്നും ഇറങ്ങി കല്യാണി ആദിയെ ഒന്ന് നോക്കി. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടു. കല്യാണി ആദിയെ നോക്കി. സോറി, അവൾ പറഞ്ഞു. വേഗം നടന്നു. കല്യാണി കുറച്ച് നടന്നു കഴിഞ്ഞതും തിരിഞ്ഞു നോക്കി. ആദിയുടെ കാർ അവിടെ തന്നെ കിടക്കുന്നു. അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു വേദന തോന്നി. അന്ന് അവൾ കോളേജിൽ പോകാതെ മടിച്ചിരുന്നു. എങ്കിലും വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വന്നു. അത് അവളെ വല്ലാതെ തളർത്തുന്നതായി തോന്നി. ഇവിടെ ഇരുന്നാൽ തൻ്റെ വിഷമം വീട്ടുകാർ അറിഞ്ഞാലോ എന്ന് ഭയന്ന് അവൾ കോളേജിലേക്ക് പോയി. ഇന്ന് മെഡിക്കൽ ക്യാമ്പിൻ്റെ അവസാന ദിവസമാണ്. കല്യാണിക്ക് ആദിയെ ഒന്നുകൂടി കാണാൻ തോന്നി. കല്ലു, നിനക്ക് എന്താ പറ്റിയേ? കുറച്ച് ദിവസമായി നീ വല്ലാതെ മാറിയതുപോലെ. എന്താ നിനക്ക് പറ്റിയത്? ദേവുവും അച്ചുവും സോനുവും ചോദിച്ചു. അവർ 3 പേരും കല്യാണിയെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൽ അവൾക്ക് അവളുടെ വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു. കൂടുതൽ ഒന്നും ചോദിക്കാതെ ദേവുവും സോനുവും അച്ചുവും പിന്മാറി. കല്യാണിക്ക് ഒരു ഫോൺ വന്നു. അവൾ സംസാരിക്കാനായി മാറി നിന്നു. അവൾക്ക് എന്ത് വിഷമമുണ്ട്. അവളോടിപ്പോൾ ഒന്നും ചോദിക്കണ്ട, പിന്നെ അവൾ തന്നെ നമ്മളോട് പറയും, ദേവു പറഞ്ഞു. അവരുടെ 3 പേരുടെയും മുഖത്ത് സങ്കടം നിറഞ്ഞു. കല്യാണിയും കൂട്ടുകാരും ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ചാരുലത അങ്ങോട്ട് ഓടി വന്നു. കല്യാണിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുള്ളതുപോലെ കല്യാണിക്ക് തോന്നി. കരഞ്ഞ് കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. മുഖം ദേഷ്യം കൊണ്ട് മുറുകിയിരിക്കുന്നു. കല്യാണി, എൻ്റെ കൂടെ ഒന്ന് വരുമോ? ചാരുലത ചോദിച്ചു. എവിടേക്കാ? കല്യാണി ചോദിച്ചു. ഇപ്പം വരാം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കല്യാണിയുടെ വണ്ടി എടുക്കണം പ്ലീസ്. അവളുടെ മുഖം കണ്ടപ്പോൾ പിന്നെ ഒന്നും ചോദിക്കാതെ കല്യാണി ബാഗും എടുത്ത് കൂടെ ചെന്നു. ദേവുവിനോടും കൂട്ടുകാരോടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ് കല്യാണി ചാരുവിൻ്റെ കൂടെ ചെന്നത്. അവൾ നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോയി. കല്യാണി, ഞാൻ ഡ്രൈവ് ചെയ്യാം, ചാരു പറഞ്ഞു. കല്യാണി കാറിൻ്റെ കീ ചാരുവിന് കൊടുത്തു. പോകുന്ന വഴി രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. കാർ ഹോസ്പിറ്റലിലേക്ക് കടക്കുന്നത് കണ്ടതും കല്യാണി ഞെട്ടി ചാരുവിനെ നോക്കി. ചാരു അവളെ ശ്രദ്ധിച്ചില്ല. കാർ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ചാരു ഇറങ്ങി. കാറിൽ നിന്നും ഇറങ്ങാതെ നിന്ന കല്യാണിയോട് ഇറങ്ങാൻ പറഞ്ഞു. കല്യാണി ഇറങ്ങി. ചാരു വേഗം ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു. കൂടെ കല്യാണിയും. ചാരു എൻക്വയറിയിൽ എന്തോ ചോദിച്ചു. മുന്നോട്ട് നടന്നു. ICU എന്ന് എഴുതിയിരിക്കുന്നിടത്തേക്ക് നടന്നു. പുറകെ കല്യാണിയും. കല്യാണിയുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി. അവളുടെ മനസ്സിൽ ആദിത്യയുടെ മുഖം തെളിഞ്ഞു. അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാഴ്ച മങ്ങുന്ന പോലെ തോന്നി. ചാരു ICUവിന് മുന്നിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിച്ചുകൊണ്ട് കല്യാണിയെ നോക്കി. കല്യാണി നിൽക്കുന്നത് കണ്ട് ചാരു അങ്ങോട്ട് ചെന്നു. കല്യാണിയുടെ കയ്യിൽ പിടിച്ചു. ബാലേട്ടൻ അവൾക്ക് അടുത്തേക്ക് വന്നു. ബാലേട്ടാ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞേ? ബോധം തെളിഞ്ഞിട്ടില്ല മോളെ, എനിക്ക് പേടിയാകുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല.
അറിഞ്ഞാ അവർ അടുത്ത ഫ്ലൈറ്റിനെത്തും. വേണ്ട വേണ്ട ബാലേട്ടാ, ഇപ്പം പറയണ്ട. ആദ്യേട്ടൻ കണ്ണൊന്ന് തുറക്കട്ടെ, എന്നിട്ട് പറയാം. കല്യാണിയെ നോക്കിയാണ് ചാരു പറഞ്ഞത്. ആദിയുടെ പേര് പറഞ്ഞപ്പോൾ കല്യാണിയുടെ കണ്ണുകളിലെ പിടച്ചിലും അതിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരും നോക്കി ചാരു നിന്നു. ഇന്ന് എൻ്റെ ആദിക്കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു. ഈ ദിവസം തന്നെ എൻ്റെ കുട്ടിക്ക് ഇത് വന്നല്ലോ എൻ്റെ ദൈവമേ, ബാലേട്ടൻ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൂടി കേട്ടതും കല്യാണി തളർന്ന് താഴേക്കിരുന്നു പോയി. ചാരു കല്യാണിയെ പിടിച്ചു. ബാലേട്ടൻ ഒന്നും മനസ്സിലാകാതെ കല്യാണിയും ചാരുവിനെയും നോക്കി. കല്യാണിയെ പിടിച്ച് ഐസിയുവിന് മുന്നിൽ ഇട്ടിരിക്കുന്ന കസേരയിൽ ഇരുത്തി. അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ആദ്യേട്ടൻ്റെ പിറന്നാളാണ്. നിന്നെ കാണാൻ അമ്പലത്തിലേക്ക് വന്നതാണ്. അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നടന്ന കാര്യവുമായി ഈ അപകടത്തിന് ബന്ധമുണ്ടോ എന്ന് നീ പറയണം. ആദ്യേട്ടൻ മനഃപൂർവ്വം അപകടം വരുത്തിയതാണോ, അതോ മനസ്സ് കൈവിട്ടുപോയി അറിയാതെ അപകടത്തിൽ പെട്ടതാണോ എന്ന് ആദ്യേട്ടനും നീയുമാണ് പറയേണ്ടത്. പറ കല്യാണി, എന്താ ഉണ്ടായേ? കല്യാണി ചാരുലത പറഞ്ഞ ഒരു കാര്യം മാത്രമേ കേട്ടുള്ളൂ, ആദ്യം മനഃപൂർവ്വം അപകടം വരുത്തിയതാണോ എന്ന്. കല്യാണി പൊട്ടിക്കരഞ്ഞു. പിന്നെ ചാരു ഒന്നും ചോദിച്ചില്ല. ബാലേട്ടൻ ഐസിയുവിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നു. ബാലേട്ടനും ചാരുവും ഓടിച്ചെന്നു. എങ്ങനെയുണ്ട് ഡോക്ടർ? ചാരു ചോദിച്ചു. ഡോക്ടർ ആദിത്യയ്ക്ക് വണ്ടി ഇടിച്ചപ്പോൾ നെറ്റി ചെന്ന് സ്റ്റിയറിങ്ങിൽ ഇടിച്ചത് കൊണ്ടാവും. നെറ്റിയിലെ മുറിവ് കുറച്ച് വലുതാണ്. വേറെ കുഴപ്പമൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇനി അദ്ദേഹത്തിന് ബോധം തെളിയട്ടെ, എന്നിട്ട് ബാക്കി നോക്കിയിട്ട് പറയാം. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ഡോക്ടർ? അതിനെന്താ, ഒരാൾ ചെന്ന് കണ്ടോളൂ. കുറച്ച് കഴിഞ്ഞ് ആദിത്യയെ റൂമിലേക്ക് മാറ്റാം. ചാരു വേഗം ഐസിയുവിലേക്ക് കയറി ആദിയെ കണ്ടു. അല്പസമയം കഴിഞ്ഞ് ചാരു പുറത്തേക്ക് വന്നു. മോളെ ചാരു, ആദിക്കുഞ്ഞിന് എങ്ങനെയുണ്ട്? ചാരു കല്യാണിയെ നോക്കി തല കുനിച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല ബാലേട്ടാ, മരുന്നിൻ്റെ സെഡേഷനിൽ ഉറങ്ങുകയാണ്. ചാരു കല്യാണിയുടെ അടുത്ത് പോയിരുന്നു. നിനക്ക് ആദ്യേട്ടനെ കാണണോ? ചാരു കല്യാണിയോട് ചോദിച്ചു. കല്യാണി ഒന്നും മിണ്ടാതെ ചാരുവിനെ നോക്കി. നീ ചെന്ന് കണ്ടോളൂ, ആദ്യേട്ടൻ ഉറങ്ങുകയാണ്. ചാരു കല്യാണിയെ ഐസിയുവിന് മുന്നിൽ കൊണ്ടുപോയി ഡോറിൽ തട്ടി. ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. ആദിയെ കാണാനാണ് എന്ന് പറഞ്ഞപ്പോൾ നേഴ്സ് വന്നോളാൻ പറഞ്ഞു. ചാരു കല്യാണിയെ നോക്കി ചെല്ലാൻ പറഞ്ഞു. കല്യാണി ഐസിയുവിനകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബെഡിൽ ആദി കിടക്കുന്നത് കണ്ടു. കല്യാണിയുടെ ഹൃദയമെടുപ്പ് കൂടുന്നത് പോലെ തോന്നി. കാലുകൾ തളരുന്നു. വീഴുമെന്ന് തോന്നിയപ്പോൾ ആ ബെഡിൽ പിടിച്ചു. ആദിയുടെ മുഖം കണ്ടപ്പോൾ അവൾ ശബ്ദമില്ലാതെ പൊട്ടിക്കരഞ്ഞു. കുറച്ചുനേരം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. വീണ്ടും ആദിയുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ആദ്യമായി ഈ കല്യാണിക്ക് പ്രണയം തോന്നിയ ആളാണ് നീ. എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ട ആദ്യ ദിവസം, അന്ന് അപകടം നടന്ന ദിവസം, നിൻ്റെ കയ്യിലേക്ക് ഞാൻ തളർന്നു വീഴുന്ന അന്ന്, ഹോസ്പിറ്റലിൽ എനിക്ക് ബോധം വന്ന സമയത്തും എൻ്റെ കണ്ണുകളിൽ നിങ്ങളായിരുന്നു. കണ്ണു തുറന്ന സമയം ചുറ്റും ഞാൻ നോക്കിയത് നിങ്ങളെയായിരുന്നു. നിങ്ങളെ കാണാതിരുന്നപ്പോൾ ഞാൻ സ്വപ്നമാണെന്ന് കരുതി. പിന്നെ നിങ്ങൾ കാഷ്വാലിറ്റി ഡോറ് തുറന്ന് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ നിങ്ങളെ സ്വപ്നത്തിലല്ല കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നപ്പോഴെല്ലാം വീട്ടിൽ വെച്ചും അമ്പലത്തിൽ വെച്ചും കോളേജിൽ വെച്ചും എല്ലാം കണ്ടപ്പോഴെല്ലാം നിങ്ങൾ എൻ്റെ ആരോ ആണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഹൃദയമിടിപ്പ് നിങ്ങളെ കാണുമ്പോൾ കൂടുന്നതായി എനിക്ക് മനസ്സിലായി. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ തിരിച്ചറിഞ്ഞു. ഈ കല്യാണി ചാരുവിൻ്റെ ആദ്യേട്ടനെ ഇഷ്ടപ്പെടുന്നു എന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം മുത്തശ്ശൻ എൻ്റെ വിവാഹം തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ആരോടൊന്നും പറയാൻ പറ്റാതെ ഞാൻ വീർപ്പ് മുട്ടി. ഞാൻ ഇതുവരെയും എൻ്റെ വീട്ടുകാരോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാം ഞാൻ പറയാതെ തന്നെ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എൻ്റെ ഇഷ്ടം നോക്കാതെ എല്ലാവരും തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. അത്രമാത്രം
ഞാൻ തകർന്നിരുന്നു. ഞാനൊന്ന് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലാത്ത ഒരാളെ എനിക്ക് ആദ്യം സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആരാണെന്ന് ആദിക്ക് അറിയില്ല. എന്നെ ഇത്രയും സ്നേഹിച്ച് ഇയാളെ ഞാൻ വേദനിപ്പിക്കുമ്പോൾ അത് ഈ കല്യാണിയുടെ മരണമാണ്. ഇന്നത്തെ ഈ അപകടം കൊണ്ട് ആദി സ്വയം ജീവൻ കളയാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ആദി എന്നെ കാണില്ല, ആരും കാണില്ല. ഞാൻ കാരണം ഒരാൾ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അപ്പോൾ ഞാൻ ആദ്യമായി പ്രണയിച്ച ആൾ ഞാൻ കാരണം ജീവൻ കളയാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ കളയുന്നതല്ലേ നല്ലത്. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം കല്യാണി, ഇന്ന് എൻ്റെ ആദിയുടെ പിറന്നാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിറന്നാളായിട്ട് ഞാൻ വേദനിപ്പിച്ചു അല്ലേ? സോറി, റിയലി സോറി. എൻ്റെ പിറന്നാൾ സമ്മാനം വേണ്ടേ? ബോധം വരാതെ കിടക്കുന്ന ആദിയുടെ 2 കവിളിലും കൈവച്ചുകൊണ്ട് ആദിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവനോട് കല്യാണി പറഞ്ഞു, എൻ്റെ ജീവൻ്റെ ജീവനായ ആദിത്യവർമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞ് 2 കണ്ണിലും ഉമ്മ വെച്ചുകൊണ്ട് ഐ ലവ് യു ആദി എന്ന് പറഞ്ഞു. കല്യാണി പോകാൻ എഴുന്നേറ്റ് തിരിഞ്ഞതും അവളുടെ കയ്യിൽ ആദി പിടിച്ചു. കല്യാണി തിരിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയുമായി ആദി കിടക്കുന്നു. എനിക്ക് പിറന്നാൾ സമ്മാനം ഇവിടെ കൂടി വേണം എന്ന് പറഞ്ഞ് കവൾ കാണിച്ചു കൊടുത്തു ആദിത്യ. കല്യാണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും പെട്ടെന്ന് അത് മാഞ്ഞു. താൻ പറഞ്ഞത് മുഴുവനും ആദി കേട്ടെന്നോർത്തപ്പോൾ അവൾക്ക് ഞെട്ടലുണ്ടായി. ആദി മയക്കത്തിലാണെന്ന് കരുതി തൻ്റെ മനസ്സ് തുറന്നതാണ്. പക്ഷെ തൻ്റെ ഇഷ്ടം ആര് അറിയരുതെന്ന് കരുതിയോ അയാൾ അറിഞ്ഞിരിക്കുന്നു. തൻ്റെ ഈ പ്രണയം തൻ്റെ മാത്രം സ്വകാര്യ സ്വത്തായി ഇരിക്കുവാനായി അവൾ ആഗ്രഹിച്ചിരുന്നു. ആദി പിടിച്ചിരുന്ന കല്യാണിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അത് പ്രതീക്ഷിക്കാതെ ഇരുന്ന കല്യാണി അവൻ്റെ ദേഹത്തേക്ക് വീണു. ഒരു പിടച്ചിലൂടെ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ആദി അപ്പോഴും കല്യാണിയുടെ കൈകൾ വിട്ടിരുന്നില്ല. ആദി കല്യാണിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതും എൻ്റെ പിറന്നാൾ ദിവസമായ ഇന്ന് തന്നെ. നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതായിരുന്നു എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. പക്ഷേ ഇന്ന് ഞാൻ ആഗ്രഹിച്ചതിലും വലിയ പിറന്നാൾ സമ്മാനമാണ് നീ എനിക്ക് തന്നത്. ഇത് എന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ആദ്യം ഒരു സങ്കടം തന്നുവെങ്കിലും അതിപ്പോൾ തന്ന ഉമ്മകളിൽ ഇല്ലാതായിരിക്കുന്നു കല്യാണി. നീ പേടിക്കേണ്ട കല്യാണി. നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്റെ പേരിൻ്റെ കൂടെ എൻ്റെ പേര് മാത്രമേ ഉണ്ടാകൂ, മിസ്സിസ് കല്യാണി ആദിത്യ. കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അവളുടെ കണ്ണുനീർ ആദിയുടെ ദേഹത്തേക്ക് വീണു. അത് കണ്ട ആദി, നിന്റെ ഈ കണ്ണുനീർ എൻ്റെ ദേഹത്തെയും എൻ്റെ നെഞ്ചിനെയും പൊള്ളിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നു. ആദി അവളുടെ കണ്ണുകളെ തുടച്ചു. നിന്റെ ഈ കണ്ണുനീർ കാണുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ വേദനയേക്കാൾ മനസ്സിനെ വേദനിപ്പിക്കുന്നു കല്യാണി. ദേ ഇങ്ങോട്ട് നോക്കി, ഞാൻ എല്ലാം ശരിയാക്കാം. നിന്റെ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാം. അവർ തന്നെ നിറഞ്ഞ മനസ്സോടെ നിന്നെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. എൻ്റെ കല്ലു, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനുണ്ടാകും എന്തിനും ഏതിനും നിന്റെ കൂടെ. ഐ ലവ് യു കല്യാണി. ആദി അവളെ നോക്കി പറഞ്ഞു. അവളുടെ നെറ്റി ആദിയുടെ ചുണ്ടിനോട് അടുപ്പിച്ചുകൊണ്ട് അവൻ്റെ ആദ്യ ചുംബനം അവൾക്ക് നൽകി. നിന്റെ ചിരി കാണാൻ നല്ല ഭംഗിയ കല്യാണി. അവളുടെ ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞ് കല്യാണി പുറത്തേക്കിറങ്ങി. അവിടെ ഒരു ചെറിയ പുഞ്ചിരിയോടെ ചാരുവിനെ കണ്ടു. കല്യാണി അവളുടെ അടുത്തേക്ക് ചെന്നു. ആദ്യേട്ടന് ഇന്നത്തെ ദിവസം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനമാണ് കല്യാണി നീ ഇപ്പോൾ കൊടുത്തത്. ആദ്യേട്ടന് നിന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് കണ്ടറിഞ്ഞതാണ് ഈ ഞാൻ. അത് നീ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ജന്മം നീ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനമാവും കല്യാണി ആദിത്യവർമ്മ എന്ന ആ മനുഷ്യൻ. ഞാൻ ആലോചിച്ചിരുന്നു, ഈ ആദ്യേട്ടൻ പുറത്തേക്ക് പോയി പഠിച്ചു വന്ന
ഒരു നല്ല ഡോക്ടറല്ലേ? കൂടാതെ നന്നായി അവരുടെ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്തുന്നു. എത്രയോ പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആദ്യേട്ടനെ. ബാലേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ വലിയ ആളുകളുടെ പെൺമക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് പുറകെ നടക്കുന്നു. ആദ്യേട്ടൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്ന എത്രയോ പേർ. പക്ഷേ ആദ്യേട്ടൻ നിന്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്നു. ആ മറുപടി നീ ഇന്ന് കൊടുത്തപ്പോൾ എൻ്റെ ഏട്ടന് എന്ത് സന്തോഷമായി കാണുമെന്ന് എനിക്കറിയാം. ചാരുവും കല്യാണിയും പറഞ്ഞതെല്ലാം കേട്ടുനിന്ന ബാലേട്ടൻ അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ ആദ്യമോൻ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണോ മോള്? ബാലേട്ടൻ കല്യാണിയുടെ കയ്യിൽ പിടിച്ചു. ആ കണ്ണുകളിൽ അവളോടുള്ള വാത്സല്യം കണ്ടു. മോളെ, നീ ഭാഗ്യവതിയാ. ആദ്യമോൻ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. കുഞ്ഞിലെ മുതലേ കാണാൻ തുടങ്ങിയതാ ആദ്യമോനെ. എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ടും അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല ആദ്യമോന്. ഞങ്ങളുടെ കുട്ടിയെ വിഷമിപ്പിക്കല്ലേ മോളെ, അവൻ പാവാണ്. ബാലേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. ബാലേട്ടാ, എന്താ ഇത്? കല്യാണിക്ക് ഇഷ്ടമാണ് ആദിയെ. അതേ അവള് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആദ്യേട്ടൻ സന്തോഷത്തിലാണ്. ചാരു പറഞ്ഞു കേട്ട് ബാലേട്ടന് സന്തോഷമായി. അത് ആ മുഖത്ത് കാണാൻ സാധിച്ചു. കല്യാണി ഒന്നും മിണ്ടാതെ നനുത്ത ഒരു ചിരിയുമായി നിന്നു. മക്കളെ, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ബാലേട്ടൻ പോയി. ചാരുലത, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, കല്യാണി പറഞ്ഞു. കല്യാണി, നീ എന്നെ ആദ്യേട്ടൻ വിളിക്കുന്നത് പോലെ ചാരു എന്ന് വിളിച്ചാൽ മതി. ചാരു, എനിക്ക് നിന്റെ ആദ്യേട്ടനെ വീണ്ടും വിഷമിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് ഒരിഷ്ടം തോന്നിയിട്ട് കൂടി ഞാൻ പറയാതിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സ് ആദ്യേട്ടനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ കൈവിട്ടു പോയതാ. ഞാൻ 2 ദിവസം കഴിഞ്ഞ തറവാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കല്യാണം ഉറപ്പിക്കുകയാണ്. ഞാൻ ഇതുവരെ കാണാത്ത ഒരാളുമായി. ഞാൻ രാവിലെ ആദ്യേട്ടനോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ചാരുവിൻ്റെ മുഖത്തെ ഞെട്ടൽ കല്യാണി ശ്രദ്ധിച്ചു. കല്യാണി, നീ ഇപ്പോൾ എന്താ പറഞ്ഞേ? ഇനി അതുകൊണ്ട് ആദ്യേട്ടൻ മനഃപൂർവ്വം ഈ അപകടം? എനിക്ക് അറിയില്ല ചാരു. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സത്യമായിട്ട് അറിയില്ല. അത് മാത്രമല്ല ചാരു, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. ചാരു സംശയത്തോടെ കല്യാണിയെ നോക്കി. നിന്റെ ഇഷ്ടം നിനക്ക് വീട്ടിൽ പറഞ്ഞ എന്താ? സമ്മതിക്കില്ലേ? അച്ഛനും അമ്മയുമാണ് തീരുമാനിച്ചതെങ്കിൽ എൻ്റെ ഇഷ്ടം നോക്കിയേനെ. പക്ഷെ ഇത് മുത്തച്ഛനെ കണ്ടുപിടിച്ചത്. ആര് വിചാരിച്ചാലും മാറില്ല. ആരും മറുത്തൊരു വാക്കുപോലും മുത്തച്ഛനോട് പറയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടം എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഒതുക്കി വെച്ചത്. ചാരു, നീ ആദ്യേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചാരു. നീ സംസാരിക്കണം ആദ്യേട്ടനോട്. ഞാൻ പോവുകയാണ്. നിറഞ്ഞു വന്ന് കണ്ണ് തുടച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു. കല്യാണി, ഏട്ടനെ റൂമിലേക്ക് മാറ്റി കണ്ടിട്ട് പോകാം. വേണ്ട ചാരു, ഇനി ഞാൻ ആദ്യേട്ടൻ്റെ മുന്നിൽ വരില്ല. പതിയെ എന്നെ കാണാതാകുമ്പോൾ എന്നെ മറന്നു പോയിക്കൊള്ളും. നിനക്ക് തോന്നുന്നുണ്ടോ കല്യാണി ഏട്ടൻ നിന്നെ മറക്കുമെന്ന്? കല്യാണി ഒന്നും മിണ്ടാതെ നടന്നുപോയി. അവൾ പോകുന്നത് നോക്കി ചാരു നിന്നു. ആദിയെ റൂമിലേക്ക് മാറ്റി. അവനെ കാണാൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും സ്റ്റാഫുകളും വന്നുകൊണ്ടിരുന്നു. അവിടുത്തെ കാർഡിയോളജിസ്റ്റ് ഡോക്ടറായ ഡോക്ടർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ മെഡിസിൻ പഠിക്കുന്ന മകൾ ഗായത്രിയെ ആദിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആദിയുടെ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ആദി അത് അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല. ആദിത്യയ്ക്ക് അപകടം പറ്റിയെന്ന് മകളെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഗായത്രി കൂടി ആദിയെ കാണാൻ വന്നിരുന്നു. ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള ആദിയെ നേരിട്ട് കണ്ട ഗായത്രി കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇത് കണ്ടു നിന്ന ചാരു ആദിയുടെ അടുത്തേക്ക് ചെന്നു. ആദിയേട്ടാ, ഏട്ടൻ കുറച്ചു നേരം കിടക്ക്, ഇങ്ങനെ ചാരി ഇരിക്കണ്ട. ഗായത്രിയും അച്ഛനും ചാരുവിനെ നോക്കി. ഡോക്ടർ ആദിത്യ, ഇതാരാണ്? ചാരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് എൻ്റെ പെങ്ങൾ, മനസാക്ഷി സൂക്ഷിപ്പുകാരി, ഫ്രണ്ട്, അങ്ങനെ എല്ലാമാണ്. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കുഞ്ഞു പെങ്ങളാണ്.
എൻ്റെ ചാരു. അല്ലേടാ? ചാരു ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ബാലേട്ടൻ കയറി വന്നു. ചാരു മോളെ, കല്യാണി മോൾ എന്തിനാ കരഞ്ഞുകൊണ്ടു പോകുന്നത്? ആദിമോന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആദിയും ചാരുവും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. കല്യാണി കരഞ്ഞോണ്ട് പോയിന്നോ? ആദി ചോദിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.